വി.കെ. സനോജ്, എന്താണ് റിജിത്തിന് സംഭവിച്ചത് എന്നെങ്കിലും കേരളം ഇന്ന് അറിയേണ്ടതുണ്ട്. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. കേരളം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല, ഈ വാർത്ത പോലും വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. 2005 നടന്ന റിജിത്തിൻ്റെ ഈ കൊലപാതകം അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും നേരെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? റിജിത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? 2005 കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് കണ്ണപുരം ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തച്ചങ്കണ്ടി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് റിജിത്ത് എന്ന ചെറുപ്പക്കാരനെ RSSന്റെ ഗുണ്ടാസംഘം അതിനിഷ്ഠൂരമായി കുത്തിക്കൊലപ്പെടുന്നത്. റിജിത്തിനെ മാത്രമല്ല, റിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ സംഘടിതമായി ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം അവിടെ എത്തിയത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആക്രമണമാണ്. റിജിത്ത് അതിനു മുന്നേ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാവുകയോ മറ്റെന്തെങ്കിലും സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ശത്രു പട്ടികയിൽ വന്ന ആളോ അല്ല. ആ പ്രദേശത്തെ DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അവിടെയുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു റിജിത്ത്. എന്തായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള അവരുടെ പ്രകോപനത്തിന്റെ കാരണം? ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച്, അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS വ്യാപകമായി അവരുടെ ആയുധ പരിശീലനം ആരംഭിക്കുന്നു. അപ്പോൾ ചുണ്ടയിൽ ക്ഷേത്രത്തിൽ ആയുധ പരിശീലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടായി. ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിന്റെ എല്ലാം ഭാഗമായി നിന്നു, അത്തരം കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടി മുന്നിൽ നിന്നു എന്ന കുറ്റമാണ് സഖാവ് റിജിത്തിന്റെ പേരിൽ അവർ ചുമത്തിയത്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറി ശാഖ നടത്തും, ഞങ്ങൾ അമ്പലത്തിൽ കയറി ആയുധ പരിശീലനം നടത്തും, ചോദിക്കാൻ വന്നാൽ ഇതായിരിക്കും ഗതി എന്നാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനോടും കണ്ണൂരിലും പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്കിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ RSS ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം അക്രമങ്ങളെല്ലാം ചെറുത്തുകൊണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. അതുകൊണ്ട് സഖാവ് റിജിത്തിനെ കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ റിജിത്തിനെ പോലുള്ള ധീരരായിട്ടുള്ള സഖാക്കളെ കൊന്നുകളഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSനോടുള്ള എതിർപ്പ് എല്ലാം മാറ്റിവെച്ച് അവിടെ കൊടിയെല്ലാം മടക്കി വെച്ച് അവര് പോയിക്കൊള്ളും, അവർ തിരിഞ്ഞു പോവും എന്നാണ് ഇവരെല്ലാം കരുതിയത്. പക്ഷേ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. പക്ഷേ ഇവിടെ റിജിത്തിന്റെ കൊലപാതകം ഉണ്ടായി. റിജിത്തിന്റെ കൊലപാതകം നടന്നിട്ടിപ്പോ 19 വർഷം കഴിഞ്ഞു. ആ 19 വർഷത്തിന് ശേഷം ഇന്നിപ്പോ കോടതിയിൽ ആ പ്രമാദമായ കേസിൽ ഒരു വിധി ഉണ്ടായപ്പോ എത്ര ആളുകൾ ആ വിധി അറിഞ്ഞു? സമാനമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽപ്പെട്ട ആരെങ്കിലും പ്രതിയാവുകയാണെങ്കിൽ അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ന്യൂസ് ടൈമിൽ ചർച്ചയായിട്ട് വരുമായിരുന്നു. ഇന്നിപ്പം പ്രൈം ടൈമിൽ ചർച്ചക്ക് വെച്ച മറ്റേത് ചാനലുണ്ടോ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചാനലുകളെല്ലാം ഒന്ന് മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാനലിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ രാവിലെ മുതൽ ഈ വിധി അറിഞ്ഞത് മുതൽ വാർത്താ ചാനലുകളൊക്കെ ഓടിച്ചു നോക്കി. പക്ഷേ അവരുടെ ഫേസ്ബുക്ക് അതിനകത്തോ ഏതെങ്കിലും യൂട്യൂബ് ലിങ്കിനകത്തൊന്നും കാര്യമായിട്ട് ഈ വാർത്തയുടെ ഒരു കാര്യവും വരുന്നില്ല. നേരെ മറിച്ച് മറ്റ് ചില കേസുകളിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ട് ആരെങ്കിലും പ്രതികളാവുന്ന കേസുകളാണെങ്കിൽ അത് തത്സമയ വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്, വൈകുന്നേരം ചർച്ചയാണ്, നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാവും, സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണം ഉണ്ടാവും. ഇങ്ങനെ പലരുടെയും പ്രതികരണം എടുത്ത് ആ വാർത്തയെ വളരെ ലൈവായി നിർത്തിയിട്ടുള്ള അനുഭവമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, റിജിത്തിന് അച്ഛനുണ്ടായിരുന്നില്ലേ? റിജിത്തിന് കുടുംബം ഉണ്ടായിരുന്നില്ലേ? അമ്മയുണ്ടായിരുന്നില്ലേ? സഹോദരന്മാരുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെയെല്ലാം വേദന എന്തുകൊണ്ടാണ്, അവരുടെയെല്ലാം ദുഃഖം എന്തുകൊണ്ടാണ് ചാനലുകൾ പ്രദർശിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് റിജിത്തിന്റെ നാട്ടിൽ പോയിട്ട് ഒരു ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായി 19 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കൊലയപ്പെട്ടിരുന്നു, ആ കൊലയപ്പെട്ട സംഭവത്തിന്റെ വിധീത വന്നിരിക്കുന്നു, എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്ന് ഒരു ചാനലും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല, കൈരളി ഉൾപ്പെടെയുള്ള വളരെ അപൂർവം ചാനലുകൾ ഒഴികെ. അപ്പൊ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അപ്പൊ ചില കാര്യങ്ങളെ പർവ്വതീകരിക്കുന്നു. ഈ ഒറ്റ അനുഭവം മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നാദാപുരത്ത് 19 വയസ്സുള്ള ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ വാളുകൊണ്ട് മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതൃനിരയിൽപ്പെട്ട ആളുകൾ 7 പേർ ജയിലിലേക്ക് പോയത്. ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും ഇവിടെ ചർച്ചയല്ല. അന്നാരും ഇതുപോലെ പ്രൈം ടൈമിനകത്ത് ചർച്ചക്ക് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പൊ മലപ്പുറത്ത് തുവൂരിൽ സുജിത എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മയെ സ്വന്തം
വീട്ടിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ വിളിച്ചു വരുത്തി ആ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് സുജിതയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി സുജിതയുടെ ബന്ധുക്കളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കേരള പോലീസ് ഒന്നിനും കൊള്ളാത്ത പോലീസാണ്, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി UDF തീരുമാനിക്കുന്നു. ആ UDFന്റെ മാർച്ചിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി മുൻകൈയെടുക്കുന്നു, പ്രചരണ പ്രവർത്തനത്തിലെല്ലാം പങ്കാളിയാവുന്നു. അവസാനം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ രേഖയെല്ലാം പരിശോധിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടിന്റെ മുറ്റത്ത് ഈ പാവപ്പെട്ട യുവതിയുടെ ജഡം കുഴിച്ചിട്ടിരിക്കുന്നു. അത് എത്ര ചാനലുകൾ ചർച്ച ചെയ്തു? ഒരു ചാനലും ചർച്ച ചെയ്തില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൊല ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊല സംഗീതം പോലെ ആസ്വദിക്കുക. കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന കേസുകൾ ശിക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ആ വാർത്തയെല്ലാം തമസ്കരിക്കുക എന്നാണ് ഇപ്പോ ഒടുവിൽ റിജിത്തിന്റെ കോടതി വിധി ഉൾപ്പെടെ വന്നപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. 10 പ്രതികളിൽ 9 പേരാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് റിജിത്ത് കേസിൽ. ആ 10 പ്രതികളിൽ 9 പേരെയും ശിക്ഷിക്കുന്നു. ഒരു പ്രതി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടതാണ്. അപ്പൊ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഏറ്റവും ശരിയായ നിലയിലുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ആ തെളിവുകളും എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പൊ RSSന്റെ നേതൃത്വത്തിന്റെ ഉത്തരവ് അനുസരിച്ച് അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കൊലയെ അതിന് ഒരു രാഷ്ട്രീയവുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് അതൊരു സാധാരണ സംഭവമാണ് എന്ന മട്ടിലാണ് മാധ്യമങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സഖാവ് റിജിത്ത് കൊല ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ഇരട്ടത്താപ്പ് നമുക്ക് തുറന്നു കാണിച്ചേ മതിയാവൂ. മാധ്യമങ്ങൾ വാർത്തകൾ തമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് നല്ലതുപോലെ ആലോചിക്കേണ്ട ഘട്ടമാണ്. അപ്പോൾ ഒരുപറ്റം മാധ്യമങ്ങൾ സംഘടിതമായി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ CPIM എന്ന് പറഞ്ഞാൽ DYFI എന്ന് പറഞ്ഞാൽ അത് ആക്രമിക്കുന്ന ആളുകളുടെ സംഘമാണ്, അത് കൊലപാതകം നടത്തുന്ന ആളുകളുടെ സംഘമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചില കേസുകളെ പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നത്.